ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. തുടക്കത്തിലെ ഒരു പാട്ടിൻ്റെ പശ്ചാത്തലത്തോടെ സന്തോഷം വീണയും കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്തോണ്ടിരിക്കുക. ആദ്യമായി അവർ തമ്മിൽ കണ്ടുമുട്ടുന്നതും പിന്നീട് അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കുന്നതും ആദ്യ രാത്രിയുമെല്ലാം അവർ സങ്കടത്തോടെ ഓർത്തെടുക്കുന്നുണ്ട്. പിന്നീട് നീന ടീച്ചറെ കാണാനായി ടീച്ചർ അമ്മയും വീണയും കൂടി മിഥുൻ സാറിന്റെ വീട്ടിലെത്തുന്നതാണ് കാണിക്കുന്നത്. കോളിംഗ് ബെല്ല് കേട്ട് മിഥുൻ സാർ ചെന്ന് വാതിൽ തുറക്കുമ്പോഴേക്കും മുന്നിൽ നിൽക്കുന്ന ടീച്ചർ അമ്മയെയും വീണയുമാണ് കാണുന്നത്. ഇതാരൊക്കെയാ വന്നിരിക്കുന്നത്? പുറത്ത് നിൽക്കാതെ അകത്തേക്ക് വന്ന ടീച്ചറെ എന്നവരെ അകത്തേക്ക് വിളിച്ചോണ്ട് ബെഡ്റൂമിൽ കിടക്കുന്ന നീനയുടെ അടുത്തേക്കായി ചെന്നോണ്ട് ആരാ വന്നിരിക്കുന്നത് നോക്കിയേ, സരസ്വതി ടീച്ചറും വീണ ടീച്ചറും എന്ന് സന്തോഷത്തോടെ നീനയോടായി പറയുന്നുണ്ട്. നീന അതുകൾക്ക് കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ടീച്ചർ അമ്മ അങ്ങോട്ട് ഓടി വന്ന് അവളെ തടഞ്ഞോണ്ട് വേണ്ട വേണ്ട, ഇവിടെ ഈ ചാടി എഴുന്നേറ്റ് പോകുന്നേ, ഇങ്ങനൊന്നും എഴുന്നേൽക്കാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. മിഥുൻ സാർ അപ്പോഴേക്കും ടീച്ചർക്കും വീണയ്ക്കും ഇരിക്കാനായി കസേരയെല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട്. അവർ കൊണ്ടുവന്നത് നോക്കിക്കൊണ്ട് ഇത് ആർക്കു തിന്നാനാടി ഇത്രയുമെന്ന് നീന ടീച്ചർ ചോദിക്കുന്നുണ്ട്. അതൊക്കെ അമ്മ സെലക്ട് ചെയ്തതാണെന്ന് വീണ പറയുന്നുണ്ട്. അപ്പോഴേക്കും ടീച്ചറമ്മയും പറയുന്നുണ്ട്, ഭക്ഷണം നന്നായി ശ്രദ്ധിക്കണം മോളെ, വെറുതെ എന്തെങ്കിലും കഴിച്ചാ പോരാ, കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായതല്ല നമ്മളെ കൂടെയല്ലേ കിട്ടുള്ളൂ, നമുക്ക് വേണ്ടെന്ന് തോന്നിയാലും വേണമെന്ന് തോന്നുന്ന ഒരാളെ ദേ ഇതിനകത്തുണ്ട്, ആൾക്ക് ഇഷ്ടാവുമെന്ന് വെച്ച് അങ്ങ് കഴിച്ചാ മതി എന്ന് പറയുമ്പോഴേക്കും മിഥുൻ സാർ അങ്ങോട്ട് വന്ന് ഈ നമ്പറൊക്കെ ഞാൻ നോക്കിയതാ ടീച്ചറെ, അവസാനം ഞാൻ തന്നെ അങ്ങ് കഴിക്കേണ്ടി വരുമെന്ന് മിഥുൻ സാർ പറയുന്നുണ്ട്. അത് കേൾക്കെ വീണയും പറയുന്നുണ്ട്, അത് കാണാനുണ്ട് സാറേ, സാർ ഒന്ന് ചുവന്ന് തുടിത്തിട്ടുണ്ട്, വയറും വെച്ചു എന്ന് മിഥുൻ സാറോടായി പറഞ്ഞോണ്ട് വീണയോടായി എടി അതെ എല്ലാരും നിന്റെ വയറ് കാണാൻ വന്നപ്പോ സാറിനെ കോംപ്ലക്സ് അടിച്ചിട്ട് വെച്ചതാണെന്ന് വീണ പറയുന്നുണ്ട്. മിഥുൻ സാർ അപ്പോഴേക്കും താൻ കട്ട് ചെയ്ത് പ്ലേറ്റിൽ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ടീച്ചറമ്മയുടെ അടുത്തേക്ക് വെച്ചുകൊണ്ട് കഴിക്ക് ടീച്ചറെ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് കഴിക്കാനാണോ കൊണ്ടുവന്നേ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ ഇതല്ല, ഇത് ഇവിടെ ഇരുന്നതാണെന്ന് മിഥുൻ സാറും പറയുന്നുണ്ട്. എന്നാലും ഇപ്പോ നമ്മളല്ലല്ലോ കഴിക്കേണ്ടത് എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ ഇതെല്ലാം കൂടി ഞാൻ എങ്ങനെ കഴിക്കും ടീച്ചറെന്ന് നീന ടീച്ചറും ചോദിക്കുന്നുണ്ട്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞങ്ങളും കൂടി കമ്പനി തരാം പോരെ എന്ന് ചോദിച്ച് ടീച്ചറമ്മ ഒരു ആപ്പിൾ കഷ്ണം എടുത്ത് നീനയുടെ വായിലേക്ക് വെച്ചു കൊടുത്തോണ്ട് കഴിക്കെന്ന് പറയുന്നുണ്ട്. അത് കണ്ട് കുശുമ്പിളകി അപ്പോ എനിക്കോ എന്ന് വീണയും ചോദിക്കുന്നുണ്ട്. നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞ് നീന ഒരു കഷ്ണം ആപ്പിൾ എടുത്ത് വീണയുടെ വായിലേക്കും വെച്ചു കൊടുക്കുന്നുണ്ട്. കൊച്ചിന്റെ കുഞ്ഞമ്മയാ, സ്ട്രോങ് ആയിട്ട് നിൽക്കണം, കൊച്ചിനെ പരിപാലിക്കേണ്ടതല്ലേ എന്ന് വീണ ചോദിക്കുമ്പോൾ നീ കുഞ്ഞമ്മയൊന്നുമല്ല വല്യമ്മയാന്ന് നീനയും പറയുന്നുണ്ട്. കുട്ടികൾക്ക് വീണ പൊടി വെള്ളപ്പാറ്റെ എന്ന് പറയുമ്പോഴേക്കും ടീച്ചറെ കണ്ടോ എന്നെ വട്ടപ്പേര് വിളിക്കുന്നെന്ന് നീന ചോദിക്കുന്നുണ്ട്. വടിയെടുക്കേണ്ടി വരുമോ എന്ന് ടീച്ചറമ്മയും ചിരിയോടെ ചോദിക്കുന്നുണ്ടേ. ടീച്ചറമ്മയും നീനയുടെ വലിയ വയറിൽ സ്നേഹത്തോടെ തഴുകുമ്പോഴേക്കും ഇടയ്ക്ക് ടീച്ചർ എന്നെ വന്ന് കണ്ട കാര്യം ഇവള് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞതെന്ന് നീന പറയുന്നുണ്ട്. പർദ്ദയിട്ട് വരുമെന്ന് ആരെങ്കിലും കരുതിയോ എന്ന് നീന ചോദിക്കുമ്പോൾ അതുമല്ല നമ്മുടെ അറിവിൽ അപ്പോൾ ടീച്ചർ ജീവിച്ചിരിപ്പില്ലല്ലോ എന്ന് മിഥുൻ സാറും പറയുന്നുണ്ട്. അതെ, കുറച്ചു നാള് എന്തൊക്കെയോ വേഷം കെട്ടലുകൾ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും കുഞ്ഞിന്റെ ചവിട്ടുകൊണ്ട് നീനയ്ക്ക് വേദനിക്കുന്നുണ്ട്. ടീച്ചറമ്മയും അത് ശ്രദ്ധിച്ചോണ്ട് ആഹാ ചവിട്ടുന്ന നോക്കിയേ എന്ന് ചിരിയോടെ പറയുമ്പോഴേക്കും ചവിട്ടും കുത്തുമുണ്ടെങ്കിൽ ഇവളുടെ സ്വഭാവം തന്നെയാണെന്ന് വീണയും പറയുന്നുണ്ട്. അവളുടെ വയറു തൊട്ട് നോക്കിക്കൊണ്ട് ഇത് പെൺകുഞ്ഞാണെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അമ്മയ്ക്കത് നല്ല നിശ്ചയ, അമ്മ പറഞ്ഞ അത് അച്ചട്ടാണെന്ന് വീണയും പറയുന്നുണ്ട്. അത് കേൾക്കാൻ നീനയും പറയുന്നുണ്ട്, പെൺകുട്ടി തന്നെയാ എന്റെയും ആഗ്രഹം, ടീച്ചർക്ക് അറിയാലോ വല്ലാതെ അരക്ഷിതമായൊരു കുട്ടിക്കാലമായിരുന്നു എന്റേത്, ഒട്ടും സുരക്ഷിത ബോധമില്ലാതെ, എനിക്ക് കിട്ടാത്ത സുരക്ഷിത ബോധം എന്റെ മോൾക്ക് കിട്ടണം, നല്ല അച്ഛനമ്മമാർക്ക് പെൺകുട്ടികൾക്ക് അത് കൊടുക്കാനാവും എന്നവൾ പറയുന്നത് കേൾക്കെ ടീച്ചറമ്മയും ചിരിയോടെ മിഥുനെ നോക്കിക്കൊണ്ട് മിഥുനപ്പോ അക്കാര്യം ഏറ്റു അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് പണ്ട് ഏറ്റതാ ടീച്ചറെ എന്ന് ചിരിയോടെ മിഥുനും പറയുന്നുണ്ടേ. പിന്നീട് രാവിലെ ആവുമ്പോൾ ജോലിക്കിറങ്ങിയ സന്തോഷിനെയാണ് കാണിക്കുന്നത്. അവൻ താഴേക്കിറങ്ങി വരുമ്പോഴേക്കും മണിയും നടേശനും പോറ്റിയും എല്ലാം ഡൈനിങ് ഹാളിൽ ഇരിപ്പുണ്ട്. അവൻ അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നോണ്ട് വീണയെ ഫോൺ ചെയ്തിട്ട് എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല, ഇനിയെല്ലാം കുടുംബക്കാര് തമ്മിൽ സംസാരിച്ചാ മതിയെന്ന് ടെൻഷനോടെ പറയുമ്പോ സന്തോഷേ മോനെ അതാ അതിന്റെ ഒരു ശരിയെന്ന് നടേശനും പറയുന്നുണ്ട്. ഇനി തമ്മിൽ ആർഗ്യുമെന്റ്സ് ഒന്നും വേണ്ടാന്ന് സന്തോഷ് ഷൗട്ട് ചെയ്ത് പറയുമ്പോഴേക്കും പോറ്റിയും പേടിയോടെ ഇരുന്നിടത്ത് നിന്നും എണീറ്റുകൊണ്ട് സന്തോഷ് തന്റെ നേരെ ഗ്ലാസ് വലിച്ചെറിഞ്ഞതെല്ലാം ഓർക്കുന്നുണ്ട്. അതോർത്തയാൾ ഭയത്തോടെ അവിടെ തന്നെ ഇരിക്കുമ്പോഴേക്കും മോനെ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോവണ്ടെന്ന് ഓർത്താവും വീണ അങ്ങനെ പറയുന്നതെന്ന് അച്ഛൻ പറയുന്നുണ്ട്. പോറ്റി അപ്പോഴേക്കും അവിടെ നിന്ന് എണീറ്റുകൊണ്ട് വീണ്ടും കയ്യിൽ കിട്ടണതൊക്കെ എടുത്ത് ദേഹത്ത് എറിയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം എന്ന് പറയുമ്പോഴേക്കും സന്തോഷവും പോറ്റിയെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളൊരു തീരുമാനമെടുത്താ അതിൽ ഉറച്ചു നിൽക്കണം, നീ എന്നോട് മറ്റവനെ പോയി അടിക്കും എന്ന മട്ടിൽ സംസാരിച്ചവനല്ലേ സന്തോഷേ, എവിടെ പോയി നിന്റെ ശൗര്യവും ഉറപ്പുമൊക്കെ? നമ്മൾ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്, അടുപ്പമുള്ളവരാ ശത്രുക്കളെന്ന് പറഞ്ഞ് അവരുടെ ശാപം കൂടി തലയിലെടുത്ത് വെക്കരുത്, നിനക്കുള്ള പ്രശ്നം നിനക്കൊരു നിലപാടില്ല, തീരുമാനങ്ങളിൽ ഉറപ്പില്ല, നമ്മൾ ഒരിക്കലും പെണ്ണിന്റെ മുന്നിൽ താഴെ നിൽക്കരുത്,
പിന്നെ അവളുമാരെ അപമാനിച്ച് തറയിൽ ചവിട്ടിത്തേക്കും. നീ ആ പെണ്ണിനെ കണ്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നതും വിളിക്കാൻ ശ്രമിക്കുന്നതുമെല്ലാം നിന്റെ വില കുറയും എന്നൊക്കെ പോറ്റി പറയുന്നുണ്ട്. അത് കേൾക്കെ മണിയും ചോദിക്കുന്നുണ്ട്, മക്കളോട് അണ്ണൻ പറഞ്ഞതല്ലേ അതിന്റെ ശരി? ഇതിനിടയ്ക്ക് നിനക്ക് എന്താ പറ്റിയതെന്ന്. സന്തോഷ് അത് കേൾക്കെ ദേഷ്യത്തോടെ അവിടെ എണീറ്റുകൊണ്ട്, അഡ്വക്കേറ്റ് പറഞ്ഞാലേ അവൾ ഇനി സംസാരിക്കൂന്ന്. ഇപ്പോ എല്ലാം അഡ്വക്കേറ്റ് ആണല്ലോ തീരുമാനിക്കുന്നത് എന്നവൻ ദേഷ്യത്തോടെ പറയുമ്പോ, ആ പെണ്ണിന്റെ അടുത്ത് നിനക്കിനി എന്താ സംസാരിക്കാനുള്ളത് കുഞ്ഞൂട്ടാ? നിനക്ക് എന്താന്ന് മണിയും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ മറുപടി ഒന്നും പറയാതെ സന്തോഷ് ദേഷ്യത്തോടെ തന്റെ ബാഗുമെടുത്ത് അവിടെ ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെയും ഇവിടെ ഇറങ്ങി പോകുന്നു. ഇവൻ ഇതെന്താ മണി പ്രശ്നം എന്ന് പോറ്റി മണിയോടായി ചോദിക്കുമ്പോഴേക്കും നടേശനും അയാളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെന്നോണ്ട്, അളിയന്റെ അടുത്ത് അവന് നല്ല ദേഷ്യമുണ്ട്, സൂക്ഷിച്ചോ. താരത്തിന് കിട്ടിയ അവൻ കൈവയ്ക്കും, ഉറപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് നടേശനും അവിടുന്ന് പോകുന്നുണ്ട്. സന്തോഷ് റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് റോഡിലൂടെ നടന്നു പോകുന്ന വീണയെ കാണുന്നത്. അവൻ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവളെ തടഞ്ഞോണ്ട്, നിക്ക് വീണ എന്ന് പറയുമ്പോഴേക്കും, ചേട്ടാ പ്ലീസ് എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? പറയാനുള്ളതൊക്കെ ഞാൻ ഫോണിൽ പറഞ്ഞല്ലോ. വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയോട് പോയി പറയേ. അമ്മ ബേക്കറിയിലുണ്ടെന്ന് വീണ പറയുന്നുണ്ട്. വീണയോട് പറയാനുള്ളത് ടീച്ചറോട് എങ്ങനെ പറയും? വാ, ജസ്റ്റ് എനിക്ക് പറയാനുള്ളതൊന്ന് കേക്ക്, വാ എന്ന് പറഞ്ഞവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിക്കുമ്പോഴേക്കും, വിട് സന്തോഷിട്ടാ വിടെന്ന് പറഞ്ഞ് വീണയും കുതറി മാറാൻ ശ്രമിക്കുന്നുണ്ട്. സന്തോഷ് പിടിവിടാതെ വായെന്ന് പറയുമ്പോഴേക്കും ആളുകൾ ശ്രദ്ധിക്കുന്നു. കയ്യെന്ന് വിട് സന്തോഷേട്ടാ എന്ന് പറഞ്ഞവൾ ചുറ്റും നോക്കിക്കൊണ്ട് പരിഭ്രമത്തോടെ കൈപിടിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും സന്തോഷ് വീണ്ടും പിടിവിടാതെ വാ, വരാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ജോൺ തന്റെ കാറിൽ അതുവഴി വരുന്നത്. ആ കാഴ്ച കാണുന്ന ജോൺ തന്റെ കാറിൽ നിന്നിറങ്ങി അവരുടെ അടുത്തേക്ക് നടന്നു ചെന്ന്, വിടങ്ങോട്ട് എന്ന് പറഞ്ഞ് സന്തോഷിന്റെ കൈ തട്ടി മാറ്റുന്നുണ്ട്. അത് കാണേ സന്തോഷം ദേഷ്യത്തോടെ രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട്, നീ എന്തധികാരത്തിലാ ജോണെ എന്റെ കൈ തട്ടി മാറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ, നീ എന്തിനാടാ റോഡിൽ വെച്ച് ഇങ്ങനെയൊരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ജോണും ചോദിക്കുന്നുണ്ട്. എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് സന്തോഷ് പറയുമ്പോൾ, സംസാരിക്കാനുള്ളതൊക്കെ രണ്ടു കൂട്ടരും സംസാരിച്ചു കഴിഞ്ഞു, ഇനിയെല്ലാം ലീഗലി നീങ്ങും എന്ന് സന്തോഷിനോടായി പറഞ്ഞുകൊണ്ട് വീണ കാറിൽ കയറുന്ന ജോൺ പറയുന്നുണ്ട്. വീണ അത് കേൾക്കെ കാറിൽ കയറാനായി പോകുമ്പോഴേക്കും, നീയാണല്ലോ ഇപ്പോൾ അവളുടെ രക്ഷകൻ എന്ന് സന്തോഷ് ചോദിക്കുന്നുണ്ട്. ആണെന്ന് വെച്ചോ എന്ന് ജോൺ പറയുമ്പോൾ, അവന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട്, നീ സൂക്ഷിച്ചോ ജോണെ എന്ന് സന്തോഷം ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ജോണും ദേഷ്യത്തോടെ അത് തലയാട്ടി സമ്മതിച്ചോണ്ട് അവിടുന്ന് നടന്നു നീങ്ങി തന്റെ കാറിൽ കയറുന്നുണ്ട്. സന്തോഷ് ദേഷ്യത്തോടെ അവരെ നോക്കി നിൽക്കുമ്പോഴേക്കും ജോൺ തന്റെ കാറും എടുത്ത് അവിടുന്ന് പോകുന്നുണ്ടേ. അമർഷത്തോടെ അവൻ ജോണിന്റെ വാക്കുകൾ ഓർത്തെടുക്കുന്നുണ്ട്. നീയാണല്ലേ ഇപ്പോ രക്ഷകൻ എന്ന് സന്തോഷ് ചോദിക്കുന്നതും ആണെന്ന് വെച്ചോ എന്ന് ജോൺ പറയുന്നതുമെല്ലാം സന്തോഷ് എങ്ങോട്ട് പോയെന്നറിയാതെ അവിടെ സന്തോഷിനെ മൊബൈലിൽ വിളിച്ചോണ്ടിരിക്കുകയാണ് നടേശനും മണിയും പോറ്റിയും കൂടി. റിംഗ് ഉണ്ട്, എടുക്കുന്നില്ലെന്ന് നടേശൻ പറയുമ്പോൾ, നിന്ന നിൽപ്പിൽ ഈ കുഞ്ഞൂട്ടൻ എങ്ങോട്ട് ഇറങ്ങിപ്പോയത് എന്ന് മണി ചോദിക്കുമ്പോൾ, അവൻ അങ്ങോട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല, അതാ പ്രശ്നം. ദേ ഇങ്ങനെ പോയാ ശ്രദ്ധിക്കണമെന്ന് പോറ്റിയും പറയുന്നുണ്ട്. ഈ ഫോൺ എവിടെ കൊണ്ട് വെച്ചോ എന്തോ എന്ന് മണി ടെൻഷനോടെ പറയുമ്പോഴേക്കും, അവനാകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുക, ഫോണൊന്നും അവൻ ശ്രദ്ധിക്കുന്നില്ലെന്നേ എന്ന് പോറ്റി പറയുമ്പോഴേക്കും നടേശൻ വീണ്ടും അവനെ മൊബൈലിൽ ട്രൈ ചെയ്തോണ്ടിരിക്കുക. അപ്പോഴേക്കും സന്തോഷ് അങ്ങോട്ട് നടന്നു വരുന്നത് കണ്ട്, ദേ കുഞ്ഞൂട്ടൻ വരുന്നു എന്ന് പോറ്റി വിളിച്ചു പറയുന്നുണ്ട്. അവനെ കണ്ട ആശ്വാസത്തോടെ, സന്തോഷേ ഞാൻ കുറച്ചു നേരമായി നിന്നെ വിളിക്കുന്നു, നീ കേട്ടില്ലായിരുന്നോ എന്ന് നടേശൻ ചോദിക്കുമ്പോൾ, സൈലന്റ് ആയിരുന്നു എന്ന് സന്തോഷ് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അവൻ ദേഷ്യത്തോടെ അവിടുന്ന് നടന്നു നീങ്ങാൻ ശ്രമിക്കുമ്പോഴേക്കും, നിനക്ക് എന്തു പറ്റി കുഞ്ഞൂട്ടാ, നീ എന്താ വല്ലാതിരിക്കുന്നതെന്ന് മണിയും ചോദിക്കുന്നുണ്ട്. ഞാനേ വീണയോട് സംസാരിക്കുന്നതിനിടയ്ക്ക് ജോൺ അവളെ പിടിച്ച് കാറിൽ കയറ്റിക്കൊണ്ടുപോയി എന്ന് സന്തോഷ് മണിയോടായി പറയുമ്പോഴേക്കും, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു കഥ എന്ന് പോറ്റിയും നടേശനോടായി ചോദിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോ നടേശന് വലിയ എതിർപ്പായിരുന്നല്ലോ, ഇപ്പൊ ബോധ്യമായോ എന്ന് പോറ്റിയും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ മണിയും സന്തോഷിനോടായി പറയുന്നുണ്ട്, മക്കളെ നീ ഇതൊന്നും കാര്യമാക്കണ്ട, വെറും അഴിഞ്ഞാട്ടക്കാരി അവള്, അതാ ഇവിടെ ഒതുങ്ങി നിൽക്കാത്തത്, നമ്മുടെ തലേന്ന് പോയെന്ന് കൂട്ടിയാ മതിന്ന്. അപ്പോഴേക്കും പോറ്റിയും സന്തോഷിന്റെ അടുത്തേക്ക് വന്ന്, ഈ പെണ്ണിന്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച് നീ ഇപ്പോഴും മണ്ടനാ. പെണ്ണാദ്യം ചിരിക്കും, പിന്നെ കരയും, അതോടെ നമ്മൾ കുഴിയിലുമാവും. ചിരിയും കരച്ചിലുമൊക്കെ കാണുമ്പോഴും നമ്മൾ കുഴിയിലാവാതെ നോക്കണം, അതാണ് ആണിന്റെ മിടുക്ക്. നമ്മൾ വിശ്വാസം കൊടുത്താൽ അത് കടം പോലെ അവരെടുക്കും. പിന്നെ നിന്റെ മനസ്സും മാനവും പിടുങ്ങിയിട്ട് അത് വിശ്വാസമില്ലായ്മയായിട്ട് പലിശ ഉൾപ്പെടെ തിരികെ തരും. കുടിച്ച വെള്ളത്തിൽ ഒന്നിനെയും നമ്പരുത്. ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് കൊണ്ടാ ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പോറ്റിയും പറയുന്നുണ്ട്. നീ ഒന്നും ഉള്ളിലേക്ക് എടുക്കണ്ട കുഞ്ഞൂട്ടാ, ആകെ വല്ലാണ്ടിരിക്കുവല്ലേ, ചായ എടുക്കാം, കുറച്ച് ചായ കുടിച്ചിട്ടൊന്ന് കിടക്ക് എന്നവനെ ആശ്വസിപ്പിച്ചോണ്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് മണി. അപ്പോഴേക്കും പോറ്റി നടേശനോടായി ചോദിക്കുന്നുണ്ട്, ഇപ്പൊ കണ്ടോ
ആ പെണ്ണിന് ചുറ്റും വട്ടമടിച്ചു നടന്നേച്ച് അടിച്ചോണ്ട് പോയത് കണ്ടോ? ഇതിനൊക്കെ ഇനി എന്ത് ചെയ്യും പറയുകയില്ലാതെ എന്ന് ചോദിച്ചുകൊണ്ട് പോറ്റിയും അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് ടീച്ചർ അമ്മയുടെ വീട്ടിലേക്ക് എത്തുന്ന സന്തോഷിന്റെ ചേട്ടൻ ആനന്ദിനെയും ചേട്ടത്തി റാണിയെയുമാണ് കാണിക്കുന്നത്. ചെടിയെല്ലാം നോക്കിക്കൊണ്ട് ടീച്ചർ അമ്മയും വീണയും മുറ്റത്ത് നിൽക്കുമ്പോഴായിരുന്നു അവരുടെ വരവ്. വീണ അവരെ കണ്ട് സന്തോഷത്തോടെ ഓടിച്ചെന്ന് സ്കൂട്ടി നിറങ്ങിയ റാണിയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ചേട്ടനും ചേട്ടത്തിയും ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ഇങ്ങു പോന്നോ എന്ന് വീണ ചോദിക്കുമ്പോൾ അതെ എന്ന് റാണിയും പറയുന്നുണ്ട്. വാ അകത്തോട്ടിരിക്കാമെന്ന് പറഞ്ഞ് ടീച്ചറമ്മ അവരെ അകത്തേക്ക് സ്വീകരിച്ചിരുത്തുന്നുണ്ട്. അപ്പോഴേക്കും ആനന്ദ് ടീച്ചർ അമ്മയോടായി പറയുന്നുണ്ട്, വേറൊന്നുമല്ല, വെറുതെ ഒന്ന് വീണയെ കണ്ട് സംസാരിക്കണമെന്ന് റാണി കുറച്ചുനാളായി പറയുന്നു. അപ്പോൾ റാണിയും പറയുന്നുണ്ട്, അവിടെ വീട്ടിൽ വെച്ച് നമുക്ക് പലപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കാനാവില്ല. വീണയുടെ പ്രശ്നങ്ങൾ എനിക്കറിയാം. സന്തോഷ് അതിലൊന്നും ഉറച്ചൊരു നിലപാടെടുക്കില്ലെന്ന്. സന്തോഷിന്റെ സ്റ്റാൻഡ് പലപ്പോഴും നമുക്ക് പിടികിട്ടാറില്ല. ഇനിയിപ്പോ കാര്യങ്ങൾ ഒരു തീരുമാനത്തിലെത്തിയ സ്ഥിതിക്ക് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ റാണി അവിടെ ശരിക്കും സഹിച്ചാ നിൽക്കുന്നത്. വീണ അങ്ങനെ നിൽക്കില്ലെന്ന് ആനന്ദും പറയുന്നുണ്ട്. അങ്ങനെ സഹിച്ചു ജീവിക്കുന്നതിൽ കാര്യമില്ലല്ലോ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ അതെ, സന്തോഷിനിപ്പോ ശരിക്കും ദേഷ്യവും വിഷമവും ഒക്കെയുണ്ട്. പോറ്റിയോട് ദേഷ്യത്തിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്ന് റാണിയും പറയുന്നുണ്ട്. ഇനി അതൊന്നും സംസാരിക്കുന്നതിൽ കാര്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അതെ, ഇത് ശരിയായാലും ഇല്ലെങ്കിലും വീണ വിഷമിക്കരുതെന്ന് നേരിൽ പറയണമെന്ന് തോന്നി എന്ന് റാണിയും പറയുന്നുണ്ട്. ചേട്ടത്തിയായിരുന്നു അവിടെ എനിക്ക് ഏക ആശ്വാസം. എന്തായാലും ചേട്ടനും ചേട്ടത്തിയും വന്നല്ലോ, വല്ലാത്തൊരാശ്വാസം എന്ന് വീണയും ചിരിയോടെ പറയുന്നുണ്ട്. ആ പോറ്റിയുടെ അടുത്ത് വലിയ പാടാ. പിന്നെ സന്തോഷ് സ്വന്തമായൊരു നിലപാടെടുത്ത് വീണയുടെ കൂടെ നിൽക്കുകയുമില്ല എന്ന് ആനന്ദും പറയുന്നുണ്ട്. എല്ലാവർക്കും ഇതൊരടഞ്ഞ അധ്യായമായി. ഞങ്ങളോട് വിഷമവും ദേഷ്യവും വെക്കരുതേ. ആവശ്യത്തിലധികം പ്രാക്ക് അല്ലാതെ തന്നെ തലയ്ക്ക് മീതെയുണ്ട്. കുട്ടികളാവാത്തത് ആ പ്രാക്ക് കാരണമെന്ന് എല്ലാവരും പറയും. ഇനി ആരുടെയും ദേഷ്യം ഏറ്റുവാങ്ങാനാവതില്ല എന്ന് റാണിയും ടെൻഷനോടെ പറയുന്നുണ്ട്. ചേട്ടത്തിയോട് ഇഷ്ടമല്ലേ ഉള്ളൂവെന്ന് വീണയും അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. കുട്ടികളുടെ കാര്യത്തിലൊന്നും മോള് വിഷമിക്കണ്ട, അതൊക്കെ സമയത്ത് നടക്കുമെന്ന് ടീച്ചറമ്മയും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കയറിയെന്നറിഞ്ഞ അത് മതി അവിടെ എന്ന് റാണി പറയുമ്പോൾ പോറ്റിയ പ്രശ്നം. അമ്മ പുള്ളിക്കൊപ്പം നിൽക്കും, അതിൽ കാര്യമില്ല. ഇനി എന്ത് കാര്യമുണ്ടെങ്കിലും ഞങ്ങളോട് പറയണം. ഈ ബന്ധം എന്നും ഉണ്ടാവണമെന്ന് ആനന്ദ് പറയുമ്പോൾ അത് ഉറപ്പായും ഉണ്ടാവും ചേട്ടാ എന്ന് വീണയും ചിരിയോടെ പറയുന്നുണ്ട്. എന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് റാണി എഴുന്നേൽക്കുമ്പോഴേക്കും ചായ എടുക്കാൻ ഞാനെന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. അയ്യോ ഒന്നും വേണ്ട, ഞങ്ങൾ ഇനി വൈകിയ പോറ്റി ഗണിച്ചെടുക്കും എന്ന് റാണി പറയുമ്പോൾ ഒരു ദിവസം ധൃതിയില്ലാതെ രണ്ടുപേരും ഇറങ്ങ് എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ഇറങ്ങാമെന്ന് ആനന്ദും സമ്മതിക്കുന്നുണ്ട്. ശരി എന്നാ ഞാൻ വിളിക്കാമെന്ന് റാണി പറയുമ്പോഴേക്കും അവർ രണ്ടുപേരും അവരോട് യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട്. മുറ്റത്തെത്തുമ്പോഴേക്കും റാണി വീണ്ടും വീണയോടായി വീണേ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞവളോട് യാത്ര പറഞ്ഞ് സ്കൂട്ടിയിൽ കയറി പോകുന്നുണ്ട്. അവർ പോകുന്നത് നോക്കി നിന്ന് ഇങ്ങനെയും ചില ബന്ധങ്ങൾ അല്ലേടി എന്ന് ടീച്ചറമ്മ വീണയോടായി ചോദിക്കുമ്പോഴേക്കും അതെ എന്ന് വീണ പറയുന്നത് കേട്ട് ടീച്ചറമ്മ അവളെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് മഹേഷും രാധയും തമ്മിൽ മീറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഫീസ് കൊടുക്കാതെ സിന്ദൂര വിക്രമൻ സാറിനെ ഇനി കാണാമെന്ന് വിചാരിക്കണ്ട എന്ന് രാധ ഓർമ്മിപ്പിക്കുമ്പോൾ അത് ശരിയാ, പക്ഷേ ഇത്രയും രൂപ എവിടെ നിന്ന് ഒപ്പിക്കാനാന്ന് മഹേഷും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. ചേച്ചി ഇതിപ്പോ അച്ഛൻ പോയി ശരിയാക്കിയതല്ലേ സിന്ദൂര വിക്രമൻ സാറിനെ? ഞാനായിരുന്നെങ്കിൽ ഇത്രയും ഫീസുള്ള വക്കീലിനെ വെക്കില്ലായിരുന്നു എന്ന് മഹേഷ് ടെൻഷനോടെ പറയുമ്പോൾ എടാ ഇനി അങ്ങനെ വല്ലതും പറഞ്ഞിട്ടോ ആലോചിച്ചിട്ടോ എന്തെങ്കിലും കാര്യമുണ്ട്. എങ്ങനെയെങ്കിലും അയാൾക്ക് ഫീസ് കൊടുക്കാൻ നോക്കണം. ഇനിയിപ്പോ അറസ്റ്റ് എന്തേലും വന്നാലും അയാൾ ജാമ്യത്തിന്റെ കാര്യം കൂടി നോക്കുമല്ലോ. കാശിന് നിന്റെ മനസ്സിൽ എന്തേലും ഐഡിയ ഉണ്ടോന്ന് രാധ ചോദിക്കുന്നുണ്ട്. എനിക്കാകെ തോന്നിയൊരു വഴിയാ രേണുവിന്റെ കുറച്ച് ആഭരണങ്ങൾ പണയം വെക്കാന്നുള്ളത്. അത് ഞാൻ നാണം കെട്ട് രേണുവിനോട് ചോദിച്ചതല്ലേ, അതിനാ പെണ്ണും പിള്ള. രേണുവിന്റെ അമ്മ കിടന്ന് തുള്ളിയത് ചേച്ചി കണ്ടതല്ലേ. ഇനിയിപ്പോ എന്റെ കയ്യിൽ ആകെയുള്ളത് എന്റെ അരയിൽ കിടക്കുന്ന ഒരു രക്ഷയാ. ആ രക്ഷ ഉണ്ടായിട്ട് തന്നെ എനിക്കിപ്പോ ഒരു രക്ഷയുമില്ല. ഇനി അതും കൂടി പോയാ ആകെ രക്ഷയില്ലാണ്ടാവുമെന്ന് മഹേഷ് പറയുന്നുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യാം, എന്റെ ഈ താലി ചെയിൻ പണയം വെക്കാം എന്നവൾ പറയുന്നത് കേട്ട് ആശ്വാസത്തോടെ ടെൻഷൻ അഭിനയിച്ചുകൊണ്ട് ഈ താലിമലയ്ക്ക് ഊരിയെടുത്ത ആരെങ്കിലും ചോദിക്കില്ലേന്ന് മഹേഷ് ചോദിക്കുന്നു. ഇതുപോലെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിച്ച് താലി ലോക്കറ്റ് അതിലിടാം, ആരും അറിയാനൊന്നും പോകുന്നില്ലെന്ന് രാധയും പറയുന്നുണ്ട്. എന്നാലും എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ എന്നാലും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇതിനൊരു വഴിയാവില്ലല്ലോ മഹേഷേ, ഇത് പണയം വെക്കാം, വേറെ വഴിയൊന്നും കിട്ടുന്നില്ല എന്ന് ആ ലോക്കറ്റ് മാലയിൽ നിന്ന് ഊരിയെടുത്തോണ്ട് അവൾ പറയുമ്പോഴേക്കും അങ്ങനെയാണെങ്കിൽ പണയം വെക്കാല്ലേന്ന് മഹേഷും ചോദിക്കുന്നുണ്ട്. വെക്കാം എന്ന് പറഞ്ഞ് രാധ ആ ചെയിൻ അവന്റെ കയ്യിൽ കൊടുത്തോണ്ട് പക്ഷേ ഇക്കാര്യം നമ്മൾ രണ്ടുമല്ലാതെ വേറെ ആരും അറിയരുത്. സംഗതി എന്റെ താലിമാലയാ, ആരെങ്കിലും അറിഞ്ഞാ എന്റെ കുടുംബജീവിതത്തെ ബാധിക്കും, അറിയാലോ എന്ന് രാധ ആദിയോടെ പറയുമ്പോൾ അതെനിക്ക് അറിഞ്ഞൂടെ, ഈ കാര്യം വേറെ ആരും അറിയില്ല ഉറപ്പ് എന്ന് മഹേഷും സമ്മതിക്കുന്നുണ്ട്. നീ വെള്ളം വല്ലതും അടിച്ചാ എല്ലാം വിളിച്ചു പറയും, അതാ എന്റെ പേടിയെന്ന് രാധയും ആദിയോടെ പറയുന്നുണ്ട്. ചേച്ചി പേടിക്കണ്ട, ഈ കാര്യം ലോകത്തിൽ വേറെ ആരും അറിയില്ല, ഞാൻ ഗ്യാരണ്ടി എന്ന് മഹേഷ് ഉറപ്പ് കൊടുക്കുമ്പോൾ എന്നാ അത് ഇന്നു തന്നെ പണയം വെച്ച് ആളുടെ ഫീസ് അങ്ങ് കൊടുക്കാമെന്ന് രാധ പറയുന്നുണ്ട്. അതെ അങ്ങനെ
എങ്ങനെ ചെയ്യാം എന്ന് വാ രാധേച്ചി, ഇപ്പൊ തന്നെ അത് ക്ലിയർ ആക്കാം എന്ന് പറഞ്ഞ് മഹേഷ് കാറിൽ കയറുമ്പോഴേക്കും ആ താലി ലോക്കറ്റും പിടിച്ച് ടെൻഷനോടെ നിൽക്കുന്ന രാധയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.